ഹലോ നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് കാക്കനാട് അടുത്തായിട്ട് പുക്കാട്ടുപടിക്കടുത്തായിട്ട് കുഞ്ചാട്ടുകരയിലാണ്. 4 ബെഡ്റൂമിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. 5150 സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീടിൻ്റെ 2 സൈഡിലും വീതിയുള്ള വഴിയാണ് ഈ വീടിനുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് ഉള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും ആലുവയിലേക്ക് 5.5 കിലോമീറ്ററും മാത്രമാണ് ദൂരം. ചുറ്റുമതിൽ കൊടുത്തേക്കുന്നത് സ്റ്റോണും ലൈറ്റും ഒക്കെ കൊടുത്ത് മനോഹരമായാണ് ഈ വീട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമായാണ് മുറ്റൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലും മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ സൈഡിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലായി റിവർ സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണും ഒക്കെ ഇട്ട് ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ്. വീടിൻ്റെ ഈ വശത്തും വലിയൊരു വാട്ടർ ഫൗണ്ടൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ തന്നെ 2 ഫ്രഞ്ച് വിൻഡോകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. ഡബിൾ ഹൈറ്റിലായിട്ടാണ് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂം കൊടുത്തിട്ടുള്ളത്. വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് 2 വലിയ ഫ്രഞ്ച് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. സീലിംഗിൽ നല്ലൊരു ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്ലാക്ക് കളറിലെ ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലായി ഒതുക്കി ആണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗർ ബ്രാൻഡിൻ്റെ വാഷ് ബേസിനാണ് ടാപ്പുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഡോർ തുറന്നാൽ നമുക്ക് നേരത്തെ കണ്ട വാട്ടർ ഫൗണ്ടൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ വീട്ടിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ 2 സൈഡിലുമായി വീതി കൂടിയ വലിയ ജനലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ നല്ലൊരു ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വലിയൊരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 4 ഡോറിൻ്റെ വാർഡ്രോബാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പ്ലസ് ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ജാഗർ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ടാപ്പ്, ക്ലോസറ്റ് എല്ലാ
സാധനങ്ങളും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി വീണ്ടും താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. നല്ലൊരു ഡിസൈനിലുള്ള ഡോറാണ് ബെഡ്റൂമുകൾക്കും ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വലിയ ജനലുകളാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ നല്ലൊരു ഡിസൈനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മൾട്ടിവുഡിൽ പണിതീർത്ത ഒരു വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയും ഫുള്ളായിട്ട് ജാഗർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് ബാത്റൂമും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചൺ ഒന്ന് കാണാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ധാരാളം കബോർഡുകൾ കൊടുത്താണ് കിച്ചൺ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ ഇവിടെയും ജിപ്സം സീലിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മുകളിലെ കാഴ്ചകളൊന്ന് കാണാം. വുഡൻ ഡിസൈനിങ്ങിലാണ് ഈ വീടിന്റെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ കാണുന്നത് താഴത്തെ വിസിറ്റിംഗ് റൂമിൽ കൊടുത്ത ഡബിൾ ഹൈറ്റിലുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റും സീലിംഗ് ഡിസൈനുമാണ് നമ്മളിവിടെ കാണുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. വലിയൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വീതിയുള്ള ജനലുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വലിയൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. സീലിംഗിലും വളരെ മനോഹരമായാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വലിയ ഒരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ടി വി വെക്കാനുള്ള സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിനി കാണുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. സൈഡിൽ വലിയൊരു വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും വീതി കൂടിയ ജനലുകളുമാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലും നല്ലൊരു ഡിസൈനും ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 3 ഡോറിൻ്റെ മൾട്ടിവുഡിൽ പണിത വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിലെ ഡോർ തുറന്നാൽ ഈ ബെഡ്റൂമിന് മാത്രമായിട്ടൊരു ബാൽക്കണിയും ഇവിടെ ലഭ്യമാണ്. ഇവിടെയും ഫുള്ളായിട്ട് ജാഗർ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനിലുള്ള ടൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി കാണുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും സൈഡിലായിട്ട് വലിയ ജനലുകളാണ് കൊടുത്തിരുന്നത്. സീലിങ്ങിലും നല്ലൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് 3 ഡോറിൻ്റെ വലിയൊരു വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് മറ്റൊരു ബാൽക്കണിയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്.
യാതൊരുവിധ കമ്മീഷൻ കൂടാതെ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 98 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഈ വീട്ടിൽ അവൈലബിൾ ആണ്. ആദ്യമായാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ്. 2018-19 കാലത്തെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഒരു ഏരിയയിലും കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതും അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.